എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കടബാധ്യത 10% മേറെയാണ്. 10.56% കടമാണ് കേന്ദ്രത്തിനുള്ളത്. ആണോ? സംസ്ഥാനങ്ങൾക്ക് പരമാവധി എടുക്കാവുന്ന കടം 3%. അതാത് സംസ്ഥാനങ്ങളുടെ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ, അതായത് സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള അവരുടെ ആഭ്യന്തര വരുമാനത്തിൻ്റെ 3%. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. കോവിഡാനന്തര കാലത്ത് വളരെ വേഗം മുന്നോട്ട് കുതിക്കുന്ന കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇപ്രകാരം കടബാധ്യതകളെന്ന് പറയുന്നൊരു പുതിയ കാര്യമല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള ധന ഉത്തരവാദിത്വ നിയമത്തിനുള്ളിൽ നിൽക്കുന്ന കടങ്ങൾ മാത്രമേ കേരളത്തിനുള്ളൂ. സത്യമായി പറയുന്നവനായി രാജാക്കൻ. അൽകുമാർ അങ്ങ് പറഞ്ഞത് ഈ ധന ഉത്തരവാദിത്വ നിയമം, ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് 2003 നിയമപ്രകാരം നമുക്ക് എടുക്കാൻ കഴിയുന്നത് GSDPയുടെ 29% വരെയാണ്. നിലവിൽ അത് ഏതാണ്ട് കണക്ക് പ്രകാരം 37% എന്നുള്ളതാണ്. ഓഫ് ബജറ്റ് കടം കൂടി നോക്കുകയാണെങ്കിൽ 40%. അങ്ങനെ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ധന ഉത്തരവാദിത്ത നിയമപ്രകാരമുള്ള കടം മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞു വെക്കാൻ കഴിയുന്നത്? നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ്റുകളുടെ ആകെ കടമാണ് ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക്. കേരള സർക്കാരിൻ്റെ കടമല്ല. രാജ്യത്തെ ഗവൺമെൻറ്റുകളുടെ ആകെ GDP കണക്കാക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെയും GSDPകളുടെ ഇത്ര ശതമാനം വെച്ച് കടബാധ്യത കണക്കാക്കി. ആ കടമായി പറയുന്നത്. ശരി. സ്വാഭാവികമായും ബഡ്ജറ്റിൽ പ്രതീക്ഷിച്ച കടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പ്രകാശ്, അതായത് ഞാൻ പറഞ്ഞത് GSDPയുടെ എന്നാണ്. നമ്മൾക്ക് ഈ ധന ഉത്തരവാദിത്വ നിയമപ്രകാരം GSDPയുടെ 29% എടുക്കാം. അത് ഏറെക്കുറെ 37% എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ വരുന്ന കണക്ക്. അത് രാജ്യത്തിന്റെ ആകമാനമാണോ അതോ സംസ്ഥാനത്തിൻ്റെതാണോ? അതായത് ഇപ്പോൾ 2020-21 CAGയുടെ ഒരു കണക്കുണ്ട്, റിപ്പോർട്ടുണ്ട്. അവർ കണക്കാക്കിയിരിക്കുന്നത് ഓഫ് ബഡ്ജറ്റ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 40% സംസ്ഥാന GSDPയുടെ ഒരു ശതമാനം വന്നിട്ടുണ്ടെന്ന് 2020-21 CAGയുടെ ഫൈനാൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അൽകുമാർ കേട്ടുവല്ലോ അല്ലേ? അതായത് ഞാൻ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അത് അങ്ങേക്ക് അത് അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണ് നമ്മൾ അല്ലല്ല, ഞാൻ ഉത്തരം പറയാം. ഞാൻ ആധികാരികമായിട്ട് ഉത്തരം പറയുകയാണ്. ഈ CAG ആ വേല ഇങ്ങോട്ട് ഇറക്കണ്ട. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ BA പ്രകാശ് സാറും ആ വേല ഇറക്കണ്ട. നാഷണൽ ഹൈവേ അതോറിറ്റി എടുത്ത കടം, നാഷണൽ തെർമൽ പ്രൈവറ്റ് കോർപ്പറേഷൻ എടുത്ത കടം കേന്ദ്ര സർക്കാരിന്റെ കടത്തിൽ വരുമോ? ആ വേല ഇങ്ങോട്ട് വേണ്ട. 2 തരം കളി വേണ്ട. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ഞാൻ പറയട്ടെ. എന്റെ സമയം കളയണ്ട. ആ കണക്ക് തെറ്റാ. ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. താൻ എന്ത് സംസാരിക്കാനാണ്? ഓഫ് ബജറ്റ് കടവും അല്ലാത്ത കടവും എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് ഏതാണ്ട് ഒരു 4.5 ലക്ഷം കോടിയുടെ കടം വരുന്നുണ്ട്. പെർ ക്യാപിറ്റ കടം എന്ന് പറയുന്നത് എത്രയാണ്? ഏതാണ്ട് ഒരു 1 ലക്ഷം രൂപയോളം വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന് പറഞ്ഞ് മൂടി വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവൻ ശരിയല്ല. കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കാൻ നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഫിസ്ക്കൽ ഫെഡറലിസത്തെ അട്ടിമറിക്കുന്നു. ഏതാണ്ട് 23,000 കോടി രൂപ ഒരു വർഷം കേരളത്തിന് ഇല്ലാതെയാക്കുന്ന കേരള വിരുദ്ധമായ നിലപാടാണ് കേന്ദ്രം എടുക്കുന്നത്. എന്നിട്ട് പക്ഷേ കേന്ദ്രത്തിൻ്റെ ഉദ്ദേശം എന്താണ്? കേരളത്തിലെ സർക്കാരിനെ പരുവപ്പെടുത്തണം. എങ്ങനെയാണ് പരുവപ്പെടുത്തേണ്ടത്? അവർ ഇന്ത്യ രാജ്യത്ത് പൊതുമേഖല വിൽക്കുന്ന പോലെ ഞങ്ങൾ വിൽക്കണം, അദാനിക്കും അംബാനിക്കും വിറ്റ് കൊടുക്കണം. അതിന് സൗകര്യപ്പെടുകയില്ല എന്ന് പറയുന്ന ഗവൺമെന്റ് ആയിട്ടുള്ളത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണം പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. മാധുവിന് ഞാൻ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ട് തന്നിട്ടുണ്ട്. ആ കണക്ക് നോക്കിയാൽ UPയുടെ കടബാധ്യത 6.29 കോടി, കേരളത്തിന്റെ കടബാധ്യതയോ 3.29 കോടി. UPക്ക് എന്താ പ്രത്യേകത? കേരളത്തോളം സ്റ്റേറ്റ് GDP ഇല്ല അവർക്ക്. ആഭ്യന്തര മൊത്ത വരുമാനം നോക്കിയാൽ UP പുറകിലാണ്. UPയുടെ GDP 20.48 ലക്ഷവും കേരളത്തിന്റെ 9.99 ലക്ഷവുമാണ് ശ്രീ അനിൽകുമാർ. അപ്പോഴെങ്ങനെയാണ്? അതായത് ഈ RBI ബുള്ളറ്റിൻ അനുസരിച്ച് 5 സംസ്ഥാനങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ UP ഇല്ലാത്തതിന് കാരണം അവരുടെ GSDPയുമായി താരതമ്യം ചെയ്യുമ്പോഴുള്ള ശതമാനത്തിലെ വ്യത്യാസം കൊണ്ടാണ്. അവിടെ നമുക്ക് നിലനിൽപ്പില്ലാത്തതും നമ്മുടെ GSDPയുമായി താരതമ്യം ചെയ്യാനുള്ള കടക്കൂടുതൽ കൊണ്ടാണ്. അവിടെ 20.48 ലക്ഷമാണ് അവരുടെ GSDP എങ്കിൽ നമ്മുടെ 9.99 ആണ്.
ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഇതിനെല്ലാം പുറമെ നമ്മൾ KAS IAS കൂടുതൽ ശമ്പള സ്കെയിൽ വേണമെന്ന് നിർബന്ധ ബുദ്ധി പിടിക്കുകയാണ്. ഇത് ആരെ പ്രീണിപ്പിക്കാനാണ് എന്നുള്ളത് ഒരു ചോദ്യം. മറ്റൊന്ന്, ഇത് എവിടെ നിന്നെടുത്ത് കൊടുക്കും എന്ന ആത്മവിശ്വാസം എന്നുള്ളതാണ്. ഇന്ത്യ രാജ്യത്ത് മോണിറ്റൈസേഷൻ ഓഫ് പൈപ്പ് ലൈൻ പദ്ധതി പ്രകാരം നമ്മുടെ പൊതുമേഖലയെല്ലാം വിറ്റുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാത വിറ്റുകൊണ്ടിരിക്കുകയാണ്. വിമാനത്താവളം വിൽക്കുന്നു, തുറമുഖം വിൽക്കുന്നു. ഇത്തരം ഒരു കച്ചവടവും കേരളത്തിൽ നടക്കുന്നില്ല. അതിനർത്ഥം എന്താണ്? കേരളം മാതൃകാപരമായിട്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ. എന്റെ സമയമാണോ? എന്റെ സമയമാണോ? അങ്ങയുടെ സമയമാണ് ശ്രീ അനിൽകുമാർ. പക്ഷെ അങ്ങ് ചോദിച്ചതിന് ഉത്തരം പറയണമെന്നൊരു അപേക്ഷ എനിക്ക് കൂടിയുണ്ട്. ഒരു മര്യാദ വേണ്ടേ? അല്ലല്ല, എനിക്ക് സമയം അവസാനിക്കുന്നത് പേടിയില്ല. ഈ മാന്യതയുള്ളവരോട് ചർച്ചയ്ക്ക് ഇരിക്കുള്ളൂ. ഞാൻ പറയുമ്പോൾ മിണ്ടുന്നവരോട് ചർച്ചയ്ക്കില്ല. അതെന്റെ മര്യാദ. കേരളത്തിന്റെ ഒരു ബുദ്ധിമുട്ടില്ല. ഞാനെക്കൊണ്ട് പറയാം, ഉത്തരം പറയുകയാണ്. എന്താ ബുദ്ധിമുട്ട്? കേരളം എന്ന് പറയുന്നത് ആരോഗ്യ മേഖല 1ാം സ്ഥാനത്തായത് ആരുടെ കുറ്റമാണ്? കേരളം വിദ്യാഭ്യാസ മേഖല 1ാം സ്ഥാനത്തായത് ആരുടെ നേട്ടമാണ്? ഈ സർവീസ് ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അതിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്ത് മനുഷ്യവിഭവശേഷിയിൽ ഏറ്റവും മുന്നിൽ വന്ന സംസ്ഥാനമാണ് കേരളം. അത് കേരളത്തിന്റെ മാതൃകയാണ്, കേരള മോഡൽ. ആ മോഡൽ നശിപ്പിക്കാൻ കുറെ ആളുകൾ നടക്കുന്നുണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേണ്ട, അവർ നിയമന നിരോധനം ഏർപ്പെടുത്തുന്നു. റെയിൽവേയിൽ നിയമനമില്ല, ബാങ്ക് പിരിച്ചുവിടുന്നു. ഞങ്ങളുടെ സമീപനം അതല്ല. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ഈ കൊള്ള, കോർപ്പറേറ്റ് നികുതി ഇളവിനെ പറ്റിയൊക്കെ ഘോരഘോരം സംസാരിച്ചിട്ടുണ്ട്. അങ്ങ് ഈ ഫ്ലോറിൽ ഇരുന്ന് തന്നെ സംസാരിച്ചിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിന്റെ സമയത്ത് സമയത്തൊക്കെ ചർച്ചയിലുണ്ടായിരുന്നു. പറഞ്ഞു വെക്കാതെ ശ്രീ അനിൽകുമാർ. ശ്രീ B. ഗോപാലകൃഷ്ണൻ. പിന്നെ തുടങ്ങിയേക്കാം. ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് 2017 മുതലുള്ള കണക്ക് നോക്കിയാൽ ഡബിളാണ് കടം. 2017 ശേഷമുള്ള കടത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത് ഡബിളായി വർദ്ധിച്ചിരിക്കുന്നു. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ്. ഈ സാമ്പത്തിക വ്യവസ്ഥയിൽ നേരത്തെ പറഞ്ഞില്ലേ, കോവിഡാനന്തര കാലത്ത് സാമ്പത്തിക വളർച്ചയിൽ മുന്നേറുകയാണ് കേരളം. ശുദ്ധ ഭോഷ്ക് എന്നല്ലെങ്കിൽ ശുദ്ധ വിഡിതം എന്നല്ലാണ്ട് എന്താ പറയുക? അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? ഒന്നുകിൽ സാമ്പത്തിക കാര്യം പഠിക്കാതെയാണ് സംസാരിക്കുന്നത്, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് CPM അണികളെ തൃപ്തിപ്പെടുത്താനാ. സാമ്പത്തികമായി കനത്ത പരാജയത്തിലാണ് കേരളത്തിന് അവകാശപ്പെട്ടത് വെട്ടിക്കുറച്ചിട്ട് BJPയുടെ പ്രകൃതി പച്ചക്കള്ളം പറയുന്നു. ശരി, നമുക്ക് ചോദിക്കാം. മറുപടി പറയട്ടെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ വാതോരാതെ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും വായിൽ കൊള്ളാത്തത് പറയുകയും നാട്ടുകാരെ പറ്റിക്കുകയും ചെയ്യുന്നത് ഇടതുപക്ഷ സ്വഭാവമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവമാണ്. അവർ സാമ്രാജ്യത്വത്തിനെതിരായിട്ട് സംസാരിക്കും, എന്നിട്ട് സാമ്രാജ്യത്വ ശക്തികളുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കും. അവർ അമേരിക്കയ്ക്കെതിരെ സംസാരിക്കും, എന്നിട്ട് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകും. ഇതവരുടെ സമീപനമാണ്. കേരളം സാമ്പത്തികമായി തകരുമ്പോൾ അവർ പറയും അത് കേന്ദ്രത്തിൻ്റെ തകരാറാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കേന്ദ്രത്തിൻ്റെ തകരാറെന്ന് പറയാൻ കഴിയാം? എന്തടിസ്ഥാനത്തിലാണ്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. GST ഒപ്പിട്ടതാരാ? ഏത് ഗവൺമെൻറ്റാ? GST ഒപ്പിടുന്നത് നിങ്ങളുടെ ഗവൺമെൻറ് അല്ലേ? തോമസ് ഐസക് പോയിട്ടല്ലേ ഒപ്പിട്ടത്? തോമസ് ഐസക് ഒപ്പിട്ടപ്പോൾ നിങ്ങൾക്ക് 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം നിർത്തും എന്നറിയാമായിരുന്നില്ലേ? ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും GSTയുടെ നികുതി വർദ്ധിച്ച് നികുതി പിരിക്കുമ്പോൾ നികുതി പിരിക്കാത്ത സംസ്ഥാനമാണ്. നികുതി പിരിക്കുന്നതിൽ അലംഭാവം കാണിക്കുകയും ഒപ്പം ധൂർത്ത് നടത്തുകയും ചെയ്യുകയാണ്. 100% ഞാൻ യോജിക്കുന്നു. ഇവിടുത്തെ PSC മെമ്പർമാർ എത്രയാ? ഇവിടുത്തെ മന്ത്രിമാരുടെ PAയും PS ഒക്കെ ആയിട്ട് എത്ര പേരാ? ഓരോ സംസ്ഥാനത്തിൻ്റെ അവസ്ഥയും കേരളത്തിൻ്റെ എക്സ്പെൻഡിച്ചറും നിങ്ങൾ നോക്കണം. വേണ്ട, കണ്ടെത്തണ്ട. കേരളം ധൂർത്ത് ചെലവാക്കിക്കൊണ്ട്, ഇടതുപക്ഷ സർക്കാർ ധൂർത്തിൽ ചെലവാക്കിക്കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള തകർച്ചയിലേക്ക് കേരളം വരുന്നു. കേരളത്തിൽ വികസനം നടക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? കേരളത്തിൽ വികസനമില്ല. ഒരു പെട്ടിക്കടയിൽ ട്രാൻസ്ഫോമർ റേഡിയോ വെച്ച് പാടിയാൽ അവനെ പെറ്റി ഭൂഷ എന്ന് പറഞ്ഞ് കടയടപ്പിച്ച പാരമ്പര്യമാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പാരമ്പര്യം. എണീറ്റ് വരണ്ടേയിരുന്നു. മദ്യവും ലോട്ടറിയും കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും വരുമാനം ഈ കേരളത്തിലുണ്ടോ?
ശരി. അനിൽകുമാർ പറ ശരി ഇങ്ങനെ ഒരു ശ്രീ സംസ്ഥാനത്താണുള്ളത് ഉണ്ടാക്കാൻ ശബരിനാഥൻ ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ GSDP വളരെ മികച്ചതാണെന്ന് ശ്രീ അനിൽകുമാർ പറയുമ്പോഴും കോവിഡ് കഴിഞ്ഞ് ഏകദേശം ഒരു എല്ലാ സംസ്ഥാനങ്ങളുടെയും ഒരു കണക്കെടുത്തപ്പോൾ 19ഓളം സംസ്ഥാനങ്ങൾ കോവിഡിന് മുമ്പുള്ള സാമ്പത്തിക വളർച്ചയിലേക്ക് എത്തിയപ്പോൾ ആ വളർച്ചയിലേക്ക് എത്താത്ത സംസ്ഥാനങ്ങളുടെ ഗണത്തിലാണ് കേരളം കാണുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അപ്പോൾ സർക്കാരിന് പുതിയ വരുമാന സോഴ്സുകളില്ലാത്തപ്പോൾ ചെയ്യേണ്ടത് ചിലവുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്, ചിലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ധൂർത്ത് നടത്തുന്ന ഒരു സർക്കാരായിട്ടല്ലേ ഈ സർക്കാരിനെ നമ്മൾ കാണുന്നത്. ആ ധൂർത്തുകളും ബുദ്ധിമുട്ടുകളും ഒന്നും നമുക്ക് താങ്ങാൻ വഴിയാത്ത ഒരവസ്ഥയിലാണ് സർക്കാരിൻ്റെ മനസ്സിലെന്താണ് കേരയിൽ എന്നുള്ള പദ്ധതിയാണ്. 1,57,370 കോടിയിൽ നിന്ന് 3,33,000 കോടിയിലേക്ക് നമ്മുടെ കടം വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എത്രത്തോളം രൂക്ഷമായ അവസ്ഥയാണ്. EMS സർക്കാരിൻ്റെ കാലം മുതൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലം വരെയുള്ള ആ കടത്തിൻ്റെ ഏകദേശം 1.5 ഇരട്ടിയാണ് 6 വർഷം കൊണ്ട് ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ എടുത്തിട്ടുള്ളത്. വെറും പറയാ ഈ പറഞ്ഞ എക്സ്പെൻഡിച്ചർ മുഴുവൻ, വികസന പ്രക്രിയ മുഴുവൻ ബഡ്ജറ്റിന് വെളിയിൽ കിഫ്ബിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബഡ്ജറ്റിനകത്ത് എങ്ങനെയാണ് ഏകദേശം 1.5-2.5 ഇരട്ടി കടം കൂടിയെന്നുള്ളത് ഇത് നമ്മൾ പഠിക്കുമ്പോഴാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും മോശപ്പെട്ട ധന മാനേജ്മെൻറ്റും അതോടൊപ്പം അമിതമായിട്ടുള്ള ധൂർത്ത് കാരണമാണ് കേരളം ഇന്ന് ഈ അവസ്ഥയിലിരിക്കുന്നത്. എന്താ ഉറക്കം വരുന്നു. ശ്രീ അനിൽകുമാറോട് ആദ്യം വന്നപ്പോൾ പറഞ്ഞത് എല്ലാം ശരിയാണ്, കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. ആ ഒരു വാദം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിക്ക് പോലുമില്ല. അദ്ദേഹം വരെ പറയുകയാണ് കേരളം ബുദ്ധിമുട്ടുകയാണ്, നമ്മൾ മുണ്ട് മുറുക്കി കെട്ടണം എന്നുള്ളത്. ശ്രീ ബാലഗോപാൽ തന്നെ പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്നുള്ള CPM ന്യായത്തിൽ യാതൊരു കഴമ്പുമില്ല. എന്നാ പിന്നെ ഞാനങ്ങട് തൽക്കാലം ഇത്രയും മതി, വരട്ടെ.